ഒരു കാർ ലോൺ ഫ്രീ ആയിട്ട് അങ്ങ് എടുത്താലോ? കേൾക്കുമ്പോൾ രസം തോന്നില്ലേ? നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാലോ? ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ കാറാണ് മേടിക്കാൻ പോകുന്നത്. ആ 10 ലക്ഷം രൂപ നിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സേവ് ചെയ്ത് കയ്യിൽ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഫുൾ എമൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു കാർ മേടിക്കാൻ നിൽക്കുകയാണെന്നാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആ പൈസ ഫുള്ള് കൊടുത്ത് മേടിക്കാതെ ആ 10 ലക്ഷം വേഗം എടുത്ത് വളരെയധികം സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇക്വിറ്റി പോലെയല്ല, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആകുമ്പോൾ കൂടുതലും ബോൺസ്, ട്രഷറി ബിൽസ് അത്രത്തോളം സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വളരെയധികം കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു 10% റിട്ടേൺസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങളൊരു 7 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന റിട്ടേൺസ് മാത്രം 9.5 ലക്ഷം രൂപയായിരിക്കും. അതായത് നിങ്ങൾ ഓൾറെഡി കാർ മേടിക്കാൻ വെച്ച 10 ലക്ഷം രൂപ കാറിന് ചിലവാക്കാതെ ആ പൈസ നേരെ എവിടെയെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10% റിട്ടേൺസ് കിട്ടുന്ന രീതിയിലേക്ക് ഒരു 7 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണെങ്കിൽ 9.5 ലക്ഷം രൂപ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് മാത്രം കിട്ടും. നിങ്ങളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ പോലും നിയർലി 8.5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ മാത്രം ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം, ഓക്കെ, ഞാൻ പൈസ കൊടുത്ത് കാർ മേടിക്കുന്ന പൈസ എടുത്ത് ഞാൻ നേരെ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി ഞാൻ കാറിന് എന്ത് ചെയ്യുന്നു? സപ്പോസ് അങ്ങനെയാണെങ്കിൽ നിങ്ങളവിടെ ഒരു കാർ ലോൺ എടുക്കാം. നിങ്ങൾ സപ്പോസ് ഒരു 10% ഇൻട്രസ്റ്റ് വരുന്ന രീതിയിലേക്ക് ഒരു കാർ ലോൺ എടുത്തു വിചാരിക്കാം. ഒരു 7 കൊല്ലത്തേക്ക് നിങ്ങൾ ടോട്ടലായി കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് 14 ലക്ഷം രൂപയായിരിക്കും. അതിൽ 4 ലക്ഷം രൂപ മാത്രമായിരിക്കും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ ഒരു 7 കൊല്ലത്തേക്ക് എടുത്താൽ പോലും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് 4 ലക്ഷം. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു 7 കൊല്ലത്തേക്ക് 10% റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ റിട്ടേൺസ് എത്രയാണ്? 8.5 ലക്ഷം രൂപ പോസ്റ്റ് ടാക്സ് പോലും. അതായത് നമുക്കിവിടെ ഒരു കാർ ലോൺ എടുത്തുകൊണ്ട് പ്രോപ്പറായ പൈസ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 4.5 ലക്ഷം രൂപ കിട്ടി. അതായത് ഒരു കാറും മേടിച്ചു, ഞാൻ ഒരു കാർ ലോൺ എടുക്കുകയും ചെയ്തു, ഞാൻ പ്രോപ്പറായിട്ട് ആ 10 ലക്ഷം രൂപ നേരെ കാറിന് ചിലവാക്കാതെ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം 4 ലക്ഷം രൂപ ലാഭം മാത്രം കിട്ടി. മേ ബി ഡൗട്ട് തോന്നിയേക്കാം, ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഫുള്ളായിട്ട് ആ 10 ലക്ഷം ഒന്നുമില്ല, നിങ്ങൾ എന്തായാലും ഒരു കാർ ലോൺ എടുത്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ നിൽക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ ഒരു 7 കൊല്ലത്തേക്ക് 10% എന്ന ഇൻട്രസ്റ്റിലേക്ക് നിങ്ങളൊരു കാർ ലോൺ എടുക്കുകയാണെന്നാണെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും ഓൾമോസ്റ്റ് 16,601 റുപ്പീസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതായത് ഇവിടെ നിങ്ങൾ അങ്ങനെ 7 കൊല്ലം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ കൊടുക്കേണ്ടി വരുന്നത് 14 ലക്ഷം രൂപയായിരിക്കും. ഇതിൽ 4 ലക്ഷം രൂപയായിരിക്കും നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് മാത്രം. ഓക്കെ, ഇനി 16,601 രൂപ നിങ്ങൾ എല്ലാ മാസവും EMI കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഹാഫ് ആയിട്ടുള്ള 8,000 നിങ്ങളോട് പോസിബിൾ ആണ് എന്നാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ എല്ലാ മാസവും EMI മാത്രം ഒരു 16,600 റുപ്പീസ് സംതിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതിയായിട്ടുള്ള അപ്രോക്സിമേറ്റ്ലി പകുതിയായിട്ടുള്ള ഒരു 8,000 റുപ്പീസ് വെച്ചുകൊണ്ട് നിങ്ങളോട് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അതും നിഫ്റ്റി 50 എന്ന സേഫ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ EMI പോലെ തന്നെ നിങ്ങൾ ഒരു 7 കൊല്ലത്തേക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 12-13% വെച്ച് അവിടെ നിന്ന് റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു 13% റിട്ടേൺസ് വെച്ചുകൊണ്ട് ഒരു 7 കൊല്ലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലാഭം മാത്രം 4.26 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ടാക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പോലും നിയർലി 3.9 ലാക്ക് റുപ്പീസ് നിങ്ങൾക്ക് ഇവിടെ ലാഭം മാത്രം കിട്ടുന്നതാണ് പോസ്റ്റ് ടാക്സ്. അതായത് ഞാൻ കാർ ലോൺ എടുത്തപ്പോൾ ഞാൻ ഇവിടെ ഏതാണ്ട് 4 ലക്ഷം രൂപ ഞാൻ ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു 7 കൊല്ലത്തേക്ക്. അതേപോലെ തന്നെ ഞാൻ EMI കൊടുത്തതിൻ്റെ പകുതി എമൗണ്ട് വെച്ചുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന റിട്ടേൺസും നിയർലി 4 ലക്ഷത്തിനടുത്താണ്. അതായത് ഞാൻ അവിടെ ടോട്ടൽ കൊടുത്ത ഇൻട്രസ്റ്റും എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസും രണ്ടും തമ്മിൽ മാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അവിടെ ലിറ്ററലി ഓൾമോസ്റ്റ് ഒരു 0% നിങ്ങളൊരു കാർ ലോൺ എടുത്തതിന് തുല്യം തന്നെയാണ് അവിടെ വരുന്നത്. സോ ഒരു കാർ ലോൺ എടുക്കലും അതേപോലെ തന്നെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റിംഗ് രണ്ടും സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളോട് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതിന്റെ ചെറിയൊരു ഫ്രെയിം വർക്കാണ് നമ്മളോട് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ പല ഫൈനാൻഷ്യൽ ട്രിക്സ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻസ് വീണ്ടും ബെറ്റർ ആക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.